നമ്മുടെ ലൈഫിൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ കഥകൾ കേൾക്കണം, പക്ഷേ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. മാത്രമല്ല, വിജയിച്ച ആളുകളുടെ കഥകൾ നമ്മൾ എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം തന്നെ പരാജയപ്പെട്ട ആളുകളുടെ കഥകളും നമ്മൾ കേൾക്കണമെന്ന് പലപ്പോഴും പല ആളുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ഇപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രി ആയാലും അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഡസ്ട്രി ആയാലും അവയെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്നാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതിൽ നിന്നാണ് പുതിയ പുതിയ ഇൻവെൻഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പരാജയം നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ പലപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. ആ ധാരണയിൽ നിന്ന് ഒരു വിജയത്തിലേക്കുള്ളൊരു പടി കണ്ടെത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും കഴിയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ പറയുന്ന വിജയിച്ച ആളുകൾ കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പരാജയപ്പെട്ട ആളുകളുടെ കഥയും കേൾക്കണമെന്ന് പറയുന്നത്. അതായത് ഈ വിജയിച്ച ആളുകളുടെ കഥകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഈ വിജയം, നമ്മുടെ ഒരു മേഖലയിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ ആ വിജയിച്ച കാര്യങ്ങളല്ല, വിജയം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് വിസിബിളായിരിക്കും, നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. അതായത് ഒരു ലീഡറായിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ അവർ ചിലപ്പോൾ നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, നല്ല നല്ല വാഹനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ വിജയിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പരാജയം എന്ന് പറയുന്ന കാര്യത്തിൽ ഒട്ടും ട്രാൻസ്പെറൻസി ഇല്ല. അതായത് നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ പരാജയങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടത്, എങ്ങനെയാണ് ഇപ്പോൾ വിജയിച്ചവരുടെ കേസാണെങ്കിൽ പോലും ആ വിജയിച്ച ആൾ എങ്ങനെയാണ് ആ പരാജയത്തിൽ നിന്നും ഉയർന്നു വന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിജയിച്ച് വന്നിരിക്കുന്ന ആളുകളെ കഥകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുമെന്ന് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ഇങ്ങനെ കയറും, പക്ഷേ ശരിക്കും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഫെയിലിയർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് പറയാൻ പറ്റുന്നത് വിജയിച്ചവരെ കഥകൾ മാത്രമല്ല, നമ്മൾ തോറ്റുപോയവരുടെ കഥകളും കൂടെ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഈ തോറ്റുപോയിട്ടുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലോ ഒന്നും അവർ വരത്തില്ല. നമ്മൾ അവരെ തേടി കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കണം. ഈ തോറ്റുപോയവരെന്ന് പറയുമ്പോഴേ ഈ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് പോയവരെ കുറിച്ചല്ല പറഞ്ഞത്. ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ട് പല സാഹചര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ തോറ്റുപോയ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അത്തരം ആളുകളുടെ കഥകൾ കൂടെ കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മളുടെ ഒരു സക്സസ് ഒരു എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സക്സസ് എൻഷുർ ചെയ്യണമെങ്കിൽ പരാജയപ്പെട്ടവരുടെ കഥകൾ കൂടെ കേൾക്കണമെന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ വിജയിച്ച ആളുകളുടെ കഥകൾ ഇങ്ങനെ കേട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അവർ പറഞ്ഞ അവരുടെ സ്റ്റോറി കറക്റ്റ് ആണെന്നുള്ളത്? ഒരിക്കലും ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ എന്നാൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ കഥ കറക്റ്റാണ്, സത്യമാണെന്നുള്ളത്. അവരിങ്ങനെ പൊടിപ്പും തൊങ്ങലുകളും ചേർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഹിഡൻ സീക്രട്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം അവർ വിജയിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു വേദിയിൽ നിന്ന് അവരുടെ വിജയം ഇങ്ങനെ ആളുകളോട് വിളിച്ചു പറയുന്ന സമയത്ത് സംഭവിക്കുന്നത് അവർ ചെയ്ത മെയിനായിട്ടുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ അവർക്ക് മെയിനായിട്ട് നേരിട്ടുള്ള എതിരായിട്ടുള്ള കാര്യങ്ങൾ, മോശം എക്സ്പീരിയൻസ്, അത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും പറയാറില്ല. ഈ മോശം എക്സ്പീരിയൻസ് പറഞ്ഞാലും തോൽവികൾ പലപ്പോഴും പറയാറില്ല. അതായത് ഇപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ചിലപ്പോൾ അതൊന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറുക്ക് വഴികളും ഉപയോഗിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ അത്തരം കുറുക്ക് വഴികളൊന്നും അവർ പറയാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്തായിരിക്കും, നമ്മൾ വിജയിച്ചവരുടെ കഥകൾ, ഈ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ കഥകൾ കേൾക്കുന്ന സമയത്ത് ഓക്കെ അവർ അങ്ങനെയാണ്, അവരിങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടാണ്, അങ്ങനെ ഒരുപാട് നമ്മൾ വല്ലാതെ മോട്ടിവേഷൻ ചെയ്യപ്പെടും. മോട്ടിവേറ്റ് ചെയ്ത് അവസാനം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യും. ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ള വിജയകഥകളിലൊന്നും കാണത്തില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 40% ആളുകൾ മാത്രമായിരിക്കും അതിൽ വിജയിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ശരിയല്ലേ? കാരണം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ആളുകളിലേക്ക് ഇങ്ങനെ കൈമാറി ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അതിൽ ഒരു 10 ആളുകൾ നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിലൊരു ഏകദേശം ഒരു 7 ആളുകളും കൊഴിഞ്ഞു പോകും തീർച്ചയായിട്ടും. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിൽ ഒരുപാട് ട്രൈ ചെയ്ത് പോകുന്ന ആളുകളുണ്ടാവും, തുടക്കത്തിലേ പോകുന്നവരുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് പോകുന്ന ആളുകളോട് ജസ്റ്റ് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിച്ച് നോക്കിയത് എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ നിർത്തിയത്.
ചിലപ്പോൾ ആ പുള്ളിക്കാരനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ച് ബിസിനസ്സിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു കാരണം കിട്ടും എന്തുകൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ മാറിപ്പോയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫിലേക്ക് ഇനി ഇത്തരത്തിലുള്ള ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് മുമ്പേ ഒരു പ്രതിവിധി എടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള പരാജയപ്പെട്ടവരുടെ കഥകൾ കൊണ്ട് സാധിച്ചെന്ന് വരും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നമ്മൾ പരാജയപ്പെട്ടവരുടെയും അതുപോലെ തന്നെ സക്സസ് ആയിട്ടുള്ള ആളുകളുടെയും കഥകൾ കേൾക്കണമെന്നൊരു റിക്വസ്റ്റ് ഞാൻ വെക്കുകയാണ്. കാരണം ഡയറക്റ്റ് സെല്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫെയിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ എങ്കിലും അത്തരത്തിലുള്ള ആളുകളെ കൂടി നിങ്ങൾ മീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ ചാൻസുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ പറ്റിയേക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിജയം അടിപൊളിയായിരിക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ പോകട്ടെ, ഫെയിലിയറുകൾ ഇല്ലാതിരിക്കട്ടെ. ഒരൊറ്റ കാര്യം, വിജയിച്ചവരുടെ കഥകൾ മാത്രം വിശ്വസിക്കരുത്, അവർ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കരുത്. അവയിൽ നിന്നും എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കാം, ഒഴിവാക്കുക തന്നെ ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, ബൈ.